الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: الفرقة نقمة والجماعة بركة. أو كما قال رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിർവഹിച്ച് നമ്മൾ ഈ സുബഹി നിസ്കാരവും അതുപോലെ നിസ്കരിച്ചതും ഇനി നിർവഹിക്കേണ്ടതും എല്ലാ അമലും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞ വാര സൂറത്ത് അൻആമിൽ 156 ആയത്ത് ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ ലസ്ത മിൻഹും അതുദിന അല്ലേ. ലോകത്തിൽ ഗുംപുകാരികളെ മനുഷ്യരുണ്ടാക്കുമ്പോൾ നബിയെ ആ ഗുംപുകാരിക്കയിൽ നീയപ്പെട്ടിട്ടില്ല പെടണ്ട. അപ്പോൾ ഗുംപുകാരിക്ക് ഓരോ ഫിർക്കാക്ക് ഇസ്ലാമിൻ്റെ പേര് ലേബൽ അത് ആദർശകരം ശാന്തിയിൽ ചിലപ്പിക്കും അതുപോലല്ല വ്യാഖ്യാനം. ഇങ്ങനെ ഗുംപുകാരിക്ക് ലോകത്തിൽ ബന്ധം രണ്ട് സാബിന്റെ 4 വർഷത്തോളം ഓരോ പിക്കിന് പിന്നാലെ പോലെ ഗുംപുകാരിക്ക് പേര് അതിൽ സൂറത്ത് ആലിമ്രാന്റെ ആയത്തെ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഫിർക്കത്ത് ഡിഫറെന്റ് ചിന്തന വേറെ ഒന്നുണ്ട്. ഇസ്ലാമുക്കത്തിൽ വ്യാഖ്യാനം ഒക്കുമ്പോൾ ചിന്തന ഉലമാക്കന്മാരാക്കിയത് പൂരക്കമായ ആ ചിന്തന അല്ല, നേരെ തദ്വിരുദ്ധമായ ചിന്തന. അത് ഇസ്ലാമിനെ ആശ്ലേഷിക്കുന്നതുള്ള ഹിക്മത്ത് ഇല്ലായ്മ ചെയ്യണം. ഇത് അവർ മുമ്പ് കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മോമിനിങ്ങളെ വിളിച്ച് തഖ്വത്തെ കണക്ക് പോലെ തഖ്വ ചെയ്യണം. ഇസ്ലാമിയത്തിന് അടിസ്ഥാനത്തിൽ അല്ലാണ്ട് മറിച്ചു പോകേണ്ട ചെന്നാൽ പിന്നെ അള്ള ജന്മ വഴക്കസി ബിഹബ്ലില്ലാഹി ജമീഅ. നീയപ്പം കേൾക്കുന്നത് ഈ ആയത്ത് എല്ലാ പ്രസംഗ വേദികയിലും കേൾക്കുക വഴക്കസിമോ ബിഹബ്ലില്ലാഹി ജമീഅ. എല്ലാവരും അള്ളാഹിനെ ഹബ്ബിൽ പിടിക്കുക. ഈമാനികമായ ഭാഷ. ഒരു സഹാബി കേട്ട് യാ റസൂലുള്ളാഹി ഹബ്ബിലിന്റെ നേരത്തെ കയറ് ഗട്ടുള്ള കയറ് അങ്ങനെ വലിയ വലിയ പാറക്കല്ലെടുത്ത് കീഴിട്ട് വലിയ കയറ് വലിക്കും. ആ കയറ് പൊട്ടല്ല, അത് നെസൽ പൊടില്ല. എത്ര ആൾ പിടിച്ച് എത്ര കെട്ടിണ്ടു ഹബ്ബിൽ. അതുപോലെ അങ്കർത്താവ് വേണ്ടി അള്ളാഹു ഹബ്ബിലിന്റെ മിസാലാക്കി. ഹബ്ബിൽ അങ്ങനെ വിചാരിക്കുക ഖുർആനും ഹബ്ബിലും എന്ത് സംബന്ധം? ഹബ്ബിലിന്റെ നല്ല കയറിന് പൊട്ടാതെ മുഞ്ചെല്ലാം വലിക്കണേ ഒരു ജാതി എങ്ങനെ പൊട്ടാതെ മുറിച്ചും പൊട്ടാതെ അത് ഹബ്ബിൽ. ഒരു സഹാബി കേട്ട് യാ റസൂലല്ലാഹ് മൽ മുറാദു ബിൽ ഹബ്ൽ. ഊട് കയറ് കൊണ്ട് ഉദ്ദേശിച്ചത് നബി എന്താ? അൽ ഖുർആൻ. എന്താണ് ഉദ്ദേശം? ഖുർആൻ. അൽ മംദൂദു മിനസ് സമാഇൽ അർദ്. അത് ആകാശ ഭൂമിയോട് തൊഴുള്ള എല്ലാ തീരുമാനം പ്രകടിപ്പിക്കുന്ന ഒരു സാമാനാണ്. അതിൽ ഖുർആൻ.
അതിനേക്കാളും മികിലുവായ വലിയൊരു പിന്നൊരു ഗ്രന്ഥമില്ല. അതുകൊണ്ട് വാഴത്തസിമോ നിങ്ങൾ മുറുകെ പിടിക്കണം, ഓർമ്മിച്ച് പിടിക്കണം. വാഴത്തസിമോ ബിഹബ്ലില്ല, അല്ലാഹുവിന്റെ ഹബ്ബിൽ. ഇതേ സൂറത്തിലെ 55-ാമത്തെ ആയത്തിൽ ഒമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം. ആരെങ്കിലും അള്ളാഹിന്റെ മേൽ ഇങ്ങനെ പിടിച്ചേക്ക്, ഇതിനർത്ഥം അള്ളാഹിന്റെ ഫർളും സുന്നത്തും അള്ളാഹിന്റെ എല്ലാ നിർദ്ദേശം സ്വീകരിച്ച് നക്ക അള്ളാഹ് മാത്രമേ, അതല്ലാത്ത ആരും ഈ വിഷയത്തിൽ വേണ്ട. ഏത് വിഷയത്തിൽ? അള്ളാഹു ആകെ ഹെൽപ്പിലും അള്ളാഹുവിന്റെ ജാഗിൽ പിന്നൊരാൾ ഇല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ല. അത് അള്ളാഹ് എന്നാ എത്ര? അത് 55 അത് 107-ാമത്തെ 101-ാമത്തെ ആയത്ത്. ഒമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ. ആരെങ്കിലും അള്ളാഹ് മാത്രമൊക്കെ മയ്യാവശ്യം അവൻ സന്മാനം കിട്ടിയിട്ടുണ്ട്. ഹുദയങ്ങൾ ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. സന്മാർഗ ബോധമുള്ള മനുഷ്യനായ ആരും ഒക്കെ അള്ളാഹ് മയ്യാവും. പൈച്ചകളും അള്ളാഹ് മയ്യാവും, താഴ്ചകളും അള്ളാഹ് മയ്യാവും, ഫഖർ തരത്തിലും അള്ളാഹ് മയ്യാവും, പിന്നെ കച്ചവടം അള്ളാഹ് മയ്യാവും. സീക്ക് മരുന്ന് എടുക്കൽ, സീക്ക് പിന്നം പണ്ട് കർച്ചാക്കൽ, കാശില്ല, അള്ളാഹ് മയ്യാവും. അള്ളാഹ് മയ്യാവും. ഒരാൾ ഡാക്ടർ ഇല്ലാത്ത ജാഗയിൽ പോയി തിരുമട്ടാവുക. ഇപ്പം ചില ആൾ ഡോക്ടർ കാഴ്ചയ്ക്ക് ഡാക്ടറില്ല, ഹോസ്പിറ്റലില്ല, ദാദിമാരില്ല, നഴ്സുമാരില്ല, എടുമട്ടാവും. കുതിരത്ത് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് സീക്ക് ഇറക്കിയതുപോലെ തന്നെ പിള്ളേർ മരുന്നിറക്കിയ മരുന്ന് അതിന് പകരം പഠിച്ചങ്ങളുടെ മരുന്നെടുക്കണോ? സ്വയം ബുഖാരി അങ്ങനെ സീക്ക് എഴുതാ കണ്ടിട്ട് നമ്മുടെ ചങ്ങായി പാവായാലും ഒരു മദനി പാണമോള ആളെടുക്കത്തിൽ പോയിട്ട് അമ്മീറ്റ് ഇവിടെ ഒരു ഫ്ലാറ്റിൽ ദുരിത കഷ്ടബാധിച്ച കഷ്ടപിടികൂടി അയാൾ തീരാണ്ടായിട്ട് വൈഫിട്ട് ഇന്നലെ ഫോൺ ആയിക്കുള്ളൂ. അയാൾ മുത്തുപ്പേട്ടെ പുറത്തു പോയി, പിന്നെ ഏറുവാടി പുറത്തു പോയി. അവസ്ഥ അള്ളാഹു വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നന്റെ പകൽ ആരെങ്കിലും നബിയെ നിങ്ങളുടെ നന്റെ പകൽ കേട്ട്, ആരെ പകൽ? അള്ളാന്റെ. ഫഇന്നി ഖരീബ്, ഖരീബ് എന്ത്? നമ്മെ സമീപം, നാളെ മുള്ളു, നാളെ രക്ത, നാളെ തടികെട്ട സമീപം. അതുപോലെ നാല് മുട്ടുള്ള രാജുനല്ല എല്ലാ ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരെ ഉണ്ടാക്കി അങ്ങനെ രണ്ടാമത് വഫാത്താക്കി ആരപ്പോ ഇപ്പോൾ ഉള്ള ഇത് മുമ്പുണ്ടാ? അത് ജമാഅത്ത് ഇസ്ലാമിന്റെ ഓർഡറാ. ജമാഅത്ത് ഇസ്ലാം ലോകത്തിൽ ഉണ്ടാവുന്ന മുന്നിലേ ഉണ്ട്, ആദ്യ നബിയിൽ ഉണ്ടാവുന്ന മുന്നിലേ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു എങ്ങനെ ബന്ധത് വിലാറ്റം ജന്റെ ചികിത്സ ഞാൻ ചുരുക്കിയിരിക്കുന്നു. ഇത് പോയി അത് ബാക്കിയാവും ഒന്നും മറന്ന് എടുക്കുകയുണ്ടാവും. അതോട് ഗംഗസര പോലത്തെ മറന്ന് എടുക്കാണ്ട് എത്ര ഷിഫ ഉണ്ടെങ്കിലും ഗംഗസര നജിസ് ഷിഫ ഇല്ലേ എൻ്റെ മുഹമ്മദ് റസൂൽ. അത് ചില ബൈറ്റ് നൊമ്പലെങ്കിൽ വൈന് പിന്നെ കുടിക്കുക ഉപയോഗിക്കില്ല. ഏതൊന്ന് നജിസ അത് ഷിഫ, അതാണ് മരുന്ന് കുടിക്കുക. പിന്നെ മരുന്ന് ഏത്? മന്ത്രിച്ച് ഊതൽ ഇസ്ലാമിക മന്ത്രമാണ്. അള്ളാഹ് റസൂൽ മന്ത്രിച്ച മന്ത്രത്തെ അത് ചുണ്ട് പൊട്ടാണെങ്കിൽ അധിക പേര് മന്ത്രാണ്ടല്ല, മെല്ലെ അതേ ശബ്ദത്തിൽ അല്ലാഹുമ്മ അദ്ഹിബിൽ ബൗസ റബ്ബന്നാസി വഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സിഖം. അതൊരു തേട്ട ആൾക്കടുത്തേറ്റില്ല. ഊതലാണ്ട് ഊത്തല്ല. ഷഫ യശ്ഫിറു ഓർഡർ അംബ്രൽ ഇഷ്ഫി നീ ഷിഫാക്കല്ലാ ഇഷ്ഫ് ഇഷ്ഫ് നീ ഷിഫാക്ക് ഷിഫാക്ക്. അത് അമ്രു അർബത് മനസ്സിലാക്കാൻ ഇതെല്ലാം ഇതൊരു മന്ത്രമാണ്. അങ്ങനത്തെ മന്ത്രമല്ല. ഇഷ്ഫി ആണ് ഷിഫാക്ക്. ഇഷ്ഫി അറബി അത്. ഷഫ യഷ്ഫി ഇഷ്ഫി ഇഷ്ഫി ഇഷ്ഫ് ഇഷ്ഫ് അള്ളാഹ് ഷിഫാക്ക് അള്ളാഹ് ഷിഫാക്ക്. ഈ രണ്ട് മന്ത്രങ്ങളുണ്ട്. പിന്നെ വൈദ്യനും അത് അധികം
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രകൃതിയോട് യോജിച്ച നിലയിൽ ലോകത്തുണ്ടാക്കിയത്. അവൻ ബിഹബ്ലില്ലാഹ്, അള്ളാഹിന്റെ ഹബിൾ നിങ്ങൾ മുറുകെ പിടിക്കുക. അള്ളാഹ് ഹബിലേത് ഖുർആൻ. ഭേദഗതി വ്യത്യാസമില്ലാതെ ഏത് കാറിന് പൊരുന്നവനാണ്, ഏത് സിറ്റിൽ പൊരുന്നവനായിട്ട് തമ്മിൽ കണ്ടെങ്കിൽ ഖുർആനികമായ സംബന്ധമുണ്ട് ചങ്ങേപ്പാടാവും. അവൻ കറുത്ത നോട്ടില്ല, അവൻ തറവാടില്ലാന്ന് ചൊല്ല നോട്ടില്ല, അവൻ പിന്നൊരുത്താൻ നോട്ടില്ല. അതുകൊണ്ട് ഞാൻ ഗുമ്പുകാരിക്കാക്കാണ്ട് എല്ലാവരും ഒരേ ഒരു ഹബിൽ കൂടി ലോകത്തിൽ ഉണ്ടാകും. പിന്നെ അത് വല്ലാത്ത ഫർക്കും നിങ്ങൾ ഫിരിക്കത്താവത്തില്ല. ഇപ്പൊ ഒരേ സംഘടനയിൽ 8-10 പാർട്ടി എന്തിനായിട്ട് അങ്ങനെ ആവും. ഇസ്ലാം 72 ഗ്രൂപ്പ്, ഈസാ നബി മൂസാ നബി 71, ഈസാ നബി 72, മുഹമ്മദ് നബി 73 ഫിർക്ക, കുല്ലുഹും ഫിന്നാർ. എന്ത് ഫിർക്ക? തൊപ്പിയിൽ വ്യത്യാസമില്ല, ചട്ടയുദ്ധത്തിൽ വ്യത്യാസമില്ല, ആദർശ ജീവിതത്തിൽ വ്യത്യാസമില്ല. അപ്പൊ വല്ലാത്ത ഫർഖ്. നിങ്ങൾ ഉപ്പുകാരിക്കാക്കി വെക്കലില്ലാതെ പോലെ ഔട്ടോട് പള്ളി, ഇന്നൊരു പള്ളി, അഞ്ഞൊരു ഓഫീസ്, ഇന്നൊരു ഓഫീസാണ്. ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടി നാക്കും സ്ഥാപിക്കുന്നു, അതിന് വേണ്ടി സ്ഥാപിക്കണേ അള്ളാഹ്ക്ക് വേണ്ടി സ്ഥാപിക്കുന്നു. അതത് വഴക്കസിമോപ്പില്ല. പിന്നെ അതങ്ങനെ വല്ലാത്ത ഫർഖ് ഫിർക്കത്തുണ്ടാക്കണ്ട. ഫിർക്ക എന്നതിൽ മുമ്പുകാരിക്ക് പേരമേ ഉദ്ദേശം, പേരമേ നില. ഞാൻ ചൊല്ലു, ഞാൻ ചൊല്ലമാന്ന് കല്യാണം. ഒരു പെണ്ണവന്ത് നന്റെ റസൂൽ നന്റെ നാളെ ഹബീബും ചൊല്ലാമോ അവരാൽ ഭാര്യയെടുത്ത് നല്ലൊടി ഓരോ നല്ലൊരു ചൊല്ലിക്കോ. നാളെ ഹിരത്തിൽ പഠിക്കുന്ന പെണ്ണിനെ ഫോണാക്കി എടുത്ത് അള്ളാഹിന്റെ റസൂലിനെ ഹബീബു ചൊല്ല തീരാണ് ചില ഉഗ്രവാദി പെണ്ണിനെ ചൊന്നുള്ളത്. ഇതെന്ത് എന്തൊരവസ്ഥ. മുഹമ്മദ് നബി ഹബീബിന്റെ ലോകത്തിൽ ഹബീബ് ഇല്ലല്ലേ, വേറൊരു ഹബീബ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഹബീബ് ഞങ്ങൾ ഹുബുള്ള ആളുണ്ടല്ലേ, പീസുള്ള ആളുണ്ടല്ലേ, അത് അങ്ങ് പാട്ടുണ്ട്. യാ ഹബീബി യാ ഹബീബി പാടുണ്ട്. യൂറോപ്പിൽ നല്ല മുസ്ലിങ്ങൾ പാട്ടുണ്ട്, യാ ഹബീബി. ഇക്ബാൽ എന്തല്ലേ പാടിയത്? അവർക്ക് അർത്ഥമില്ല. ചില ഹസ്ബി റബ്ബി കേട്ടതിന് ബേജാറ് അതെന്താ അങ്ങ് പാടി മദ്രസ അങ്ങനെ ഉണ്ടാവും. ഇതെല്ലാം മനസ്സിലാക്കാത്ത കുറേ പിരാന്തര ലോകത്തിലുണ്ട്. അള്ളാഹ് റസൂലിന്റെ വകയിൽ എന്തും മനസ്സിലാക്കാത്ത ഹബീബ് മനുഷ്യ അപ്പം മനുഷ്യനെ സാധിച്ചു, ഉസ്താദ് മനുഷ്യൻ്റെ കൈകൾ സാധിച്ചു. ഈ കുപ്പുകാരിക ലോകത്തിലുണ്ട്. മുഹമ്മദ് നബി സഅദ് ബിൻ അബി വഖാസ് പറഞ്ഞു നിന്ത് കൈകൾ നിക്കൽ ശിർക്കാണ്. നിക്കൽ ശിർക്കാവുന്ന ശിർക്കത് ഏതേറ്റിക്കും അത് വഴിപാടില്ല. അതങ്ങനെ ഓർമ്മ തൂങ്ങി വല്ലാത്ത ഫർഖു നിങ്ങൾ ഫിരിക്കത്തും ആക്കത്തില്ല. ഒതുക്കൊരു ഞാമത്തല്ലാഹ അലൈക്കും, നിങ്ങൾ മേൽ അള്ളാഹുവാക്കി ഞാമത്ത് നിങ്ങൾ ഏറ്റുചൊല്ലണം. ഇത് ഇസ്ലാമിന്റെ പ്രാരംഭത്തിൽ ഇറങ്ങിയ എല്ലാ ശത്രുക്കളായി ചിന്നാൽ ഒരു സേര് അരി കിട്ടണമെങ്കിൽ ആ അരി വിഗ്രഹോട് പോയിട്ട് കടകേക്കം കൊടുത്തില്ലെങ്കിൽ അവിടെ തല പിടിച്ചോ വന്ന് അറബിമാർ ഖുർആൻ ഞങ്ങളെ ഒട്ടാക്കിയിട്ട് എല്ലാവരും ഒട്ടാക്കിയിട്ട് കണ്ടതിന് സലാം ചൊല്ലലാക്കിയിട്ട് എത്ര കഷ്ടമുണ്ട് അവിടെ കഷ്ടത്തെ പൂർണ്ണമായി സഹായിക്കണമെന്നാക്കിയിട്ട് ഇസ്ലാം അവർക്ക് നിരക്കരെ ഹക്കിനെ പീഡിത്ത് അവർക്കുള്ള സംബന്ധങ്ങളെ പീഡ അതവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും അള്ളാഹ് നിങ്ങാക്കി ഞങ്ങൾ നിങ്ങൾ ഓർക്കും. അതൊക്കെ ഉണ്ടാക്കില്ല. എപ്പോൾ നോക്കും ഒരേ ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ഗുണ്ടങ്ങാടി വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടില്ല, ആക്കിയിട്ടില്ല. നിന്റെ ഹാർട്ട് കറക്റ്റ് ഇല്ലേ ഉണ്ടു, നിന്റെ കിഡ്നി കറക്റ്റ് ഇല്ലേ ഉണ്ടു, നിന്റെ നരമ്പ് കറക്റ്റ് ഇല്ലേ എത്ര കോടി ഇരിപ്പുണ്ടോ അതൊന്നുമില്ല. അക്കൻ്റെ നന്നാക്കി അക്കൻ്റാക്കി ഇന്നലെ ഒരു ഗുണ്ടങ്ങാടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടില്ല. അത്ര ഒരു ശരിയാക്കാൻ വലിയ കഴിക്കില്ല, ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടില്ല. നിങ്ങളെ റബ്ബ് നിങ്ങൾക്കാക്കി ഞാമത്ത് നീ എടുത്തു ചെന്ന് പ്രകടനാക്കണം, മനസ്സിലാക്കണ്ട. ഏ മനുഷ്യൻ കാശ് കയ്യിലായ സാധ്യമുണ്ടല്ല നഷ്ടപ്പെട്ടിട്ടുള്ളൂ. 2 വർഷം 25,000 പോയിട്ടുണ്ട്, കോടി രൂപ കിട്ടിയിട്ട് ഉണ്ടല്ല. ഒന്ന് സർക്കാരിൻ്റെ പേടി, ജനസാധുക്കളുടെ പേടി.
ഉന്നമാരെ പേടിപ്പില്ല. ലോക്കലുണ്ട്, ബാങ്കുണ്ട്. ഒരു മനുഷ്യൻ അതുപോലെ ബഹീൽ എന്തുണ്ടെങ്കിലും ഇട്ടുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വദ്കുറു നിഅമത്തല്ലാഹി, നിങ്ങൾ മേൽ അള്ളാഹിന്റെ നിഅമത്ത് നിങ്ങൾ ഉണ്ടാക്കോ, നിഅമത്ത് ലഭിച്ചോളൂ. ഈ ഒരു കാലത്ത് ഇത് കുന്തും ആഴ്ത, ഒരു ടൈമിൽ നിങ്ങൾ വലിയ ശത്രുക്കളായിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിഹാരത്തിലാക്കും പോലെ, നിങ്ങൾ ഹരിയാനത്തിലാക്കും പോലെ, യൂറോപ്പിലാക്കും പോലെ, വേറെ വേറെ രാജ്യത്തിലാക്കും പോലെ മനുഷ്യന്മാർ ഒതുക്കൊരു നിയമത്തുള്ള നിങ്ങളെ എന്തായിരുന്നത് നിങ്ങൾ ശത്രുക്കളായിട്ടുണ്ട്. ശത്രുക്കൾ പിന്നെ ഒരു പെണ്ണിങ്ങ എന്തെങ്കിലും ഇറച്ചി കുറിച്ചിട്ട് ഇപ്പം മീൻ ചൊല്ലുകയില്ല. മക്കൾക്ക് ഇറച്ചി കളിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് നെക്കാഴ്ചന്മാർ വന്ന് ഇങ്ങനെ വൃദ്ധാക്കി പോയി. ഇപ്പം അതും നമുക്ക് അങ്ങനത്തെ കാലമല്ലേ. ഈ ഖുർആന്റെ ആലയത്തിൽ പിന്നെ അള്ള എന്താക്കിയത്, ഇത് കുന്തുമാഴത, ഒരു ടൈമിൽ നിങ്ങൾ ഭാര്യ ശത്രുക്കളിൽ തിന്നത് ആരെ കണ്ടേ ഉണ്ട്. ഫല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ ഖൽബിൽ അല്ലാഹു ഈലാഫാക്കി, ഈലാഫിനെ ജോഡിച്ചത്. അവൾ ദാഹിക്കുമ്പോൾ നന്നവൾ തന്നുണ്ട്, ഞാൻ പിന്നെ കുടിച്ചില്ല, അയാൾ കുടിക്കട്ടെ, അയാൾ ഉണ്ണട്ട്, അയാൾ പോകട്ടെ, ഇങ്ങനെ ഒരു തലീഫ് ജോഡിച്ചു. ഫല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹതു, നിങ്ങൾ ആയൽ ബിനിഅമതി, അവൻ നിഅമത്ത് കൊണ്ട് ഇഖ്വാന, ഏകോദര സഹോദരന്മാർ. ഉമ്മപ്പ വേറെ, പക്ഷേ ആ പിർസ ഇസ്ലാമിക പിർസ, ഖുർആന്റെ പിർസ, ഇത് അള്ളാഹു നിങ്ങൾക്ക് ആക്കില്ലേ. ഒക്കുത്തും നിങ്ങൾ എവിടേക്കുന്നത് അലാ ഷഫാ ഹുഫ്രത്തിന, നരകത്തെ ആ ഗുണ്ടുരപ്പത്തിന് സൈഡിൽ നിങ്ങൾ അതിൽ ഭൂളിറങ്ങിയ എപ്പ മുഹമ്മദ് നിങ്ങളെ ചക്ര പിടിച്ചിനെ കളിച്ചിട്ട്, അത് ഖുർആൻ. ഷഫ അലാ ഹുഫ്രത്തിന ഫഅൻഖദക്കും മിൻഹാ, പഠിച്ചവ നിങ്ങളെ കാണും. കദാലിക, ഇങ്ങനെ ഞങ്ങൾ ഉദാഹരണം നിങ്ങൾ ചൊല്ലണ്ട. യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. നിങ്ങൾ എന്ത് വേണം, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ആയാത്തുകൾ നിങ്ങൾ മനസ്സിലാക്കും. അത് പിന്നെ ഉൽത്തക്കും മിൻകും ഉമ്മ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉമ്മത്ത്, ഒരു സമൂഹം പേരും. എന്ത് സമൂഹം? എന്ത് അടിക്കുക, അടിവടിക്കുക, ആരെയും അടിച്ചു കൊള്ളുക, അതിന് ഹിന്ദുക്കൾ പോകേണ്ട എപ്പോഴും അടിക്കൊള്ളുക. പിന്നെന്തെങ്കിലും ഉൽത്തക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി, മനുഷ്യരെ നല്ലതിൽ വിളിക്കണം. ഉമ്മ ബന്ധുവിൽ എൻ്റെ മോൻ ചമ്മ ടൈമായി തൗത്ത് ജാവ് വേണ്ടി ഉസ്താദ്, എൻ്റെ മോൻ നല്ല മോണ്ടൊട്ടി പോലെ ആവുള്ളൂ. ജാമാണ് ഔത്തുകൊണ്ട് 2 ಗಂಟೆ ಜಾವು ಟೈಮ್ ವಿಳಿക്കുക. ಮುಂದೆ അസവൻ നിങ്ങൾക്ക് ഉപദേശാക്കോ, അങ്ങനെ കണ്ടത് ഖൈറിലേക്ക് വിളിക്കൽ. അള്ളാഹുവോട് വിശ്വാസമില്ലാത്ത ഖൈറിലേക്ക് വിളിക്കൽ. വ്യവഹാര സമയമില്ലാത്ത നമുക്ക് വ്യവഹാര സമാന്തരമായ ഖൈറിൽ വിളിക്കൽ. ഒൽത്തക്കും മീൻകും, നിങ്ങൾ ഉണ്ടായിട്ടേ തീരൂ. യദ്ഊന ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾക്ക് ഫലാഹ് വിജയം വേണം എങ്കിൽ നല്ലതിനെ ചൊന്തു അങ്ങനെ മനസ്സിലായി കൊടുക്കണം. ബഴക്കരെ ഇല്ലായ്മ ചെയ്യുന്ന വിഭാഗം നിങ്ങൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് പ്രിയ സഹോദരൻ വീട്ടാണ്. അപ്പോൾ ഫിർക്കത്തില്ലാണ് ഞങ്ങൾ ഫിർക്കത്തിലെ ബഗൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെമ്മ ഭാര്യ നമ്പർ വിശ്വം ലോകത്തിൽ ഒരു കാലത്ത് എൻ്റെ സുന്നത്തും എൻ്റെ ആദർശം മനുഷ്യന്മാർക്ക് അപരിചിത പരിചയമില്ലാണ്ടാവുന്നു. നിബിധന പോലെ ജീവിക്കുന്നവർ മനുഷ്യന്മാർക്ക് വേണ്ട ആവശ്യമില്ല. എനിക്ക് പേര് ഗരീബിനെങ്കിൽ ഉറുദു ഭാഷ ഗരീബല്ല, പാവത്തോണം ഭിക്ഷാടകനാഗ്രഹമുള്ള ഗരീബ്. പരദേശി പൊറായത്രാൾ ಬಂದು ನಿಸ್ತೇಜಿ ಒಮ್ಮೆ ಬಿಲ್ಲರ್ ಕ್ಯಾರಾಕಿ ಸರಿ ಇದು ಬಿಟ್ಟು ನಂಗೆ ಬರ್ಸಿ ಅದು ಗರೀಬ್. ನೀವೆಂದು ಬದ ಅಲ್ ಇಸ್ಲಾಂ ಗರೀಬ وسيعود كما بدا فطوبى للمؤمن. ഇസ്ലാം മടങ്ങി ആദ്യത്തെ അവസ്ഥ ഇന്നത്തെ സ്റ്റാർട്ട് മദീനത്തിൽ വന്ന് മക്കത്ത് വന്ന അതേ അവസ്ഥ എന്ത് എനിക്കുണ്ട്. ലാസ്റ്റ് وسيعود كما بدا فطوبى للغرباء. ನನ್ನ ಎಲ್ಲ ಸಂತೋಷം, ನನ್ನ ಎಲ್ಲ ಪ್ರಾರ್ಥನೆ അങ്ങനെ മേൽ മാത്രം. സാബിറിയ റസൂലുള്ള ആര് ഗുറബാ ജനങ്ങൾ നബിയന്ത അല്ലദീന
യസ്ദഹൂന മാ അഫ്സദഹു മിനന്നാസ്. മനുഷ്യന്മാരുടെ ഫസാദ് ഫിത്ന വരുമ്പോൾ അത് ഇല്ലാണ്ടാക്കുകയും നടക്കുന്ന അങ്ങനെ ഈ ബോധമാണ് മനുഷ്യന്മാർക്ക് വേണം. ഏത് ദാവത്തിലൂടെ അയാൾ അയാൾ വേണം, അയാളെ താഴ്ന്നു, അയാളുടെ വ്യവസ്ഥ ഇസ്ലാമിക രംഗത്തുള്ള പ്രവർത്തനം നോക്കുമ്പോൾ വേണ്ട. അയാൾ ബാങ്ക് പോയ സ്ഥലത്ത് ആവില്ല, വട്ടി ആവില്ല, ജിഗാരി ആവില്ല, ആവില്ല. ഇവരുടെ കാലം അത് ഞാൻ ഇന്നത്തെ പോലെ ഞങ്ങൾക്ക് സലാം ചൊല്ലാത്ത കഴിയുന്നത് പോലെ, ഞങ്ങളെ ബഹിഷ്കരിച്ച കഴിയുന്നത് പോലെ, എൻ്റെ രാജ്യത്തെ പുറത്താക്കി എൻ്റെ കടത്തിനെ പോലെ നിങ്ങൾ ഒരു കാലത്ത് അനുഭവിക്കേണ്ടി വരും. അത് എനിക്കൊരിയാൽ മാത്രം കലീലും ബൈന നാസും കസീർ. മെജോറിറ്റിനിടയിലുള്ള മൈനോറിറ്റി കൊറിയാണ് പറഞ്ഞു. നിങ്ങൾക്ക് വേറെ പത്രാസമില്ല, നീ എല്ലാവരും കാറിൽ എന്നെ വിളിച്ച ഗുണമില്ല. നിങ്ങളുടെ പാർട്ടി എന്നെ വിളിക്കും, നീ എല്ലാവരും നിങ്ങൾ സഹിക്കും, നിങ്ങൾ നിസ്കരിക്കുക, നിങ്ങൾക്ക് നോമ്പുണ്ട്, നിങ്ങൾക്ക് സക്കാത്തുണ്ട്, നിങ്ങൾക്ക് ഹജ്ജുണ്ട്. പക്ഷേ ഈ കൗണ്ട് നിങ്ങൾ വേണ്ട. എന്തത് നിങ്ങൾ ഉറൂസ് നോക്കില്ല അല്ലേ? ഉറൂസ് നോക്കില്ല, ഉറൂസ് നോക്കാത്ത ഉറൂസ് നോക്കില്ല. മുഹമ്മദ് നബി സിയാറത്തിനെ പ്രേരണയാക്കി സിയാറത്താക്കോ. സിയാറത്ത് മറിച്ച് മനുഷ്യനെ ഓർത്തിട്ടു. ഇയാൾ മുന്നാല് ഭാര്യയും വലിയ ശ്രീമന്തനെ തിന്നിട്ട് അയാളും കൂടി മരിച്ചെങ്കിൽ നിന്റെ പോലത്തെ ഒരാളും മരിക്കില്ല ചിന്തിക്ക് വേണ്ടി നിങ്ങൾ സിയാറത്ത് പോകും. സിയാറത്ത് നഷ്ടപ്പെട്ടു വേറെന്നുണ്ട് വിദ്യാർത്ഥികൾ, അതേ ഗുമ്പുകാരിക്ക് വിദ്യാർത്ഥികളുണ്ട്. ഇങ്ങനത്തെ കാലം വരുമ്പോൾ അതിന് മനുഷ്യന്മാരെ സപ്പോർട്ടാക്കി നിങ്ങൾ മനസ്സിൽ സപ്പോർട്ടാക്കി പിന്നിച്ചുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുംപുകാരിക്ക് നിന്ന് എല്ലാവരെ ബച്ചവാക്കി. മുഹമ്മദ് റസൂൽ സല്ലം എന്തിനാണ് ഇത് ചെയ്യുന്നത്? അതെല്ലാം എഴുത്തിൽ വന്നു. ഇതെല്ലാം അള്ളാഹിൻ്റെ കലാണ്. നബിയെ ഹദീസും 1,00,000 ചില്ലാന ഹദീസ്, സ്വഹീഹ് ഹദീസ് ഈ ലോകത്തിലുണ്ട്. അതുപോലെ അമൽ ചെയ്ത് മുന്നോട്ട് പോകാം. ചിലപ്പോൾ മുന്നോട്ടുകാരില്ലെങ്കിലും തരണുകാരില്ലെങ്കിലും ഞങ്ങളെ എന്തെങ്കിലും കേൾക്കുന്ന ആളില്ലെങ്കിലും ഇലാഹായ അള്ളാഹുക്ക് ഉള്ള എന്നൊരു ചിന്തയിൽ മുന്നോട്ട് പോയെങ്കിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും ബർക്കത്താക്കും. അള്ളാഹു ഞങ്ങളെല്ലാവരെയും ബർക്കത്താക്കട്ടെ, ഹൈറിലാക്കട്ടെ, ആഫിയത്ത്. സല്ലല്ലാഹു തആല വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ.